ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻറ്റർ. ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ട് മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ പോലെ തന്നെയാണ്. അതായത് ഇതിനു മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് വാട്സപ്പിലെ ബീറ്റ വേർഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ട്രിക്കായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് മലയാളം ട്രോൾസ് അടങ്ങിയ സ്റ്റിക്കേഴ്സാണ്. വാട്സപ്പ് സ്റ്റിക്കേഴ്സ്, അതായത് മലയാളം സിനിമയിലെ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ മലയാളം ട്രോൾസൊക്കെയാണ് സ്റ്റിക്കേഴ്സായിട്ട് ഇപ്പോൾ വരുന്നത്. അത് നമുക്ക് എങ്ങനെ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതുമല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് എങ്ങനെ നമുക്ക് അയക്കാം മുതലായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സാണ് ഇപ്പോഴത്തെ വാട്സപ്പ് ട്രെൻഡ്. ഇപ്പോൾ ഇതുപോലൊരു സ്റ്റിക്കർ നമുക്കിപ്പോൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ, അതായത് വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റിക്കർ ആരെങ്കിലും അയച്ചു തന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിക്കറിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വ്യൂ മോർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതൊരു വഴിയാണ് ഈ സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റിക്കേഴ്സ് ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ബീറ്റ വേർഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് ഒന്നും ആക്റ്റീവ് ആവില്ല. ഇപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ എടുത്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾ മലയാളം വാട്സപ്പ് സ്റ്റിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന, അല്ലെങ്കിൽ ഈ കോഫി കപ്പ് സിമ്പിൾ ഐക്കൺ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾസ് കാണാം. ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് ആയിരിക്കും, അതായത് ട്രോൾ അടങ്ങിയ സ്റ്റിക്കേഴ്സ് ആയിരിക്കും നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് വരിക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്യും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് 28 MB ഉണ്ട്, 28.80 MB ഉണ്ട് ഇത്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് ആക്റ്റീവ് ആകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് വരാൻ കുറച്ച് ടൈം എടുക്കും, 1-2 മിനിറ്റ്സ് ചിലപ്പോൾ എടുക്കും. അത് നിങ്ങളുടെ മൊബൈലിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും, റാം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്റ്റിക്കേഴ്സ് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് സിമ്പിളിൽ അതിലൊന്ന് പ്രസ് ചെയ്യുക. ആവശ്യമുള്ള സ്റ്റിക്കേഴ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും, വുഡ് യു ലൈക്ക് ടു ആഡ് മലയാളം മെമി ഡയലോഗ്സ് ടു വാട്സപ്പ്. അപ്പോൾ ആഡ് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡായി, അതായത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അത് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ചെയ്യണം, ഡൗൺലോഡ് ചെയ്തെടുക്കണം. അടുത്ത സെക്ഷൻ മലയാളം മെമി ഡയലോഗ്സ്, ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആഡ് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ആഡ് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, DQ എല്ലാവരും ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഫുട്ബോൾ സ്റ്റാർസ് ആവട്ടെ, കാർട്ടൂൺ ഫിഗേഴ്സ്, എല്ലാ ടൈപ്പ് കാർട്ടൂൺ ഫിഗേഴ്സും അതുപോലെ സ്റ്റിക്കേഴ്സും ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് റൈറ്റ് സൈഡിൽ വരിക, എന്നിട്ട് ആ പ്ലസ് സിമ്പിൾ പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വാട്സപ്പിലെ സ്റ്റിക്കർ സെക്ഷനിൽ ഈ നമ്മൾ ആഡ് ചെയ്തെല്ലാം വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിലേക്ക് പോവുക, വാട്സപ്പ് എടുക്കുക, ഏതെങ്കിലും ഒരു ചാറ്റ് സെക്ഷൻ എടുത്തിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതാണ് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ. ഇതിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരിക, ഈ ഇമോജിയിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ മുകളിൽ കാണുന്ന ഓരോ സെക്ഷനിലും നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഓരോ സെക്ഷനിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓരോ പിക്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് മലയാളം ട്രോൾസ് അല്ലെങ്കിൽ മലയാളം ക്യാരക്ടേഴ്സ്, ആക്ടേഴ്സിൻ്റെ കാർട്ടൂൺ ഫിഗേഴ്സ് എല്ലാം നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇമോജിയിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഒന്നുകൂടി.
ഓരോ സ്റ്റിക്കേഴ്സായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം ഇതിന് ബീറ്റ വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ള ട്യൂട്ടോറിയൽ. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരിക, എന്നിട്ട് മലയാളം വാട്സപ്പ് സ്റ്റിക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലിടുക. ഓക്കെ, സോ ഈ ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.